നമസ്കാരം. മലയാളത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച MT വാസുദേവൻ നായർക്ക് പ്രണാമം. ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. കൊട്ടാരം റോഡിലെ MTയുടെ വസതിയായ സിത്താരയിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച എന്നുള്ളതിനേക്കാൾ ഒരു ആദരവാണ്, ഒരു ട്രിബ്യൂട്ടാണ്. ഇതിൽ പങ്കുചേരുന്നു മലയാളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരാണ് ശ്രീ സേതു, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പങ്കുചേർന്നു. ശ്രീ സുഭാഷ് ചന്ദ്രൻ കോഴിക്കോട് നിന്ന്, ശ്രീ PK രാജശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന്, ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം കോഴിക്കോട് നിന്ന്, ശ്രീ മധുപാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ശ്രീ സേതു, അപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ MT ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. MTയെ പണ്ടൊരിക്കൽ 1977 തോന്നുന്നു മരണം അടുത്തു വന്ന് തൊട്ടതാണ്. താങ്കൾക്കത് നേരിട്ടറിയാവുന്ന, അന്ന് ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് താങ്കൾ. പാണ്ഡവപുരം എഴുതാനടക്കം എങ്ങനെ MT പ്രേരകമായി താങ്കളുടെ സാഹിത്യ ജീവിതത്തിലും പിന്നെ പൊതുവായി സാഹിത്യ രംഗത്തും എങ്ങനെയാണ് MT എന്നൊക്കെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അറിയാം. അതിനപ്പുറത്ത് MT വാസുദേവൻ നായർ എന്ന സുഹൃത്തിനെ അങ്ങ് ഈ വിയോഗവേളയിൽ എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, വാസ്തവം പറഞ്ഞാൽ MT എന്ന് പറയുമ്പോൾ MT എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം സുഹൃത്താണോ, അല്ലെങ്കിൽ ഗുരുവാണോ, അല്ലെങ്കിൽ മുതിർന്ന സഹോദരനാണോ, ഇതിലൊക്കെ വാസ്തവത്തിൽ MT എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് തീരാത്ത ഒരു മഹാഗ്രന്ഥം പോലെയാണ്. കാരണം 6 പതിറ്റാണ്ട് കാലത്തെ ബന്ധമാണ്. ഞാൻ 67 ഡൽഹിയിലുള്ള കാലം തൊട്ടാണ് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. ആദ്യത്തെ കഥ വരുന്നു. അപ്പോൾ ഈ കഥ എന്താണ്, സാഹിത്യം എന്താണ്, ഇതിനെപ്പറ്റി ഒരു പിടിപാടില്ലാത്ത ഒരാൾക്ക് ഒരു കൈത്താങ്ങ് തരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്കൗട്ടിങ് ഫോർ ടാലൻ്റ് എന്ന് പറയില്ലേ, ഒരു ടാലൻ്റ് തിരിച്ചറിയുക, കൃത്യമായ സമയത്ത് തിരിച്ചറിയുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് ഒരു സൗഹൃദമുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പലപ്പോഴും കോഴിക്കോട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. MT ഉണ്ടായിരുന്നു, NP മുഹമ്മദ് ഉണ്ടായിരുന്നു, തിക്കോടിയൻ, MV ദേവൻ, അരവിന്ദൻ. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കും കുഞ്ഞബ്ദുള്ളക്കൊക്കെ കൂടുതൽ ഊർജം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മടുപ്പിക്കുന്ന ജോലിയിൽ നിന്നൊക്കെ മാറി നിന്ന് കോഴിക്കോട്ടെ മാസത്തിൽ 2 ദിവസങ്ങളിൽ പോയി നിൽക്കുക. അപ്പോൾ അതൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ അക്കാലത്തുള്ള ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ അവസാന കാലത്തൊക്കെ ഏകദേശം 1 മാസം മുമ്പ് വരെ ഞാൻ ഏകദേശം 2 മാസം മുമ്പ് വരെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ആത്മകഥ മാതൃഭൂമി പബ്ലിഷ് ചെയ്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിനോട് ഒരു മുഖപുര പോലെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ സുഖമില്ല, എഴുതിത്തരാൻ കഴിയില്ല, ഓഡിയോ ആയിട്ട് തരാം. അങ്ങനെയാണ് ഓഡിയോ ആയിട്ട് വന്ന് അത് നമ്മൾ എഴുതിയെടുത്തത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ MT എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തെ ഞാൻ ഇനിയും വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഒരു മഹാഗ്രന്ഥമാണ്, ഒരു സൗഹൃദമാണ്. പിന്നെ 2-3 അനുഭവങ്ങൾ പ്രധാനമായിട്ട്, ഇപ്പം നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 77-ലുണ്ടായ ആ സംഭവം ഞെട്ടിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നെകുഞ്ചം ഹോട്ടലിലിരിക്കുമ്പോൾ പത്മരാജൻ വരുവാണ്. ആകാശവാണി ഒബീച്ചറി എഴുതി കഴിഞ്ഞു. ഞങ്ങൾ ഞെട്ടി. വാസ്തവത്തിൽ MTക്ക് അസുഖമാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യായിരുന്നു. അരവിന്ദൻ കരയുന്ന കണ്ടത് ഞാൻ അന്നാണ്. അരവിന്ദനങ്ങ് പൊട്ടിക്കരയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് വിളിക്കാൻ നോക്കുന്നു. അന്ന് STD ഇല്ല, സെൽഫോണിൻ്റെ പ്രശ്നമില്ല. കോള് ബുക്ക് ചെയ്യണം. കോഴിക്കോടേക്ക് കോള് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. നമ്പൂരിയുടെ കോള് വിളിക്കുന്നു, പിന്നെ അവിടെ പട്ടത്തുള്ളിയുടെ കോള് വിളിക്കുന്നു, ഒരു കോളും കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാലത്തെ ഒരു വണ്ടിക്ക് കയറി കോഴിക്കോട്ടേക്ക് പോവാം. അപ്പോൾ MTയുടെ അസോസിയേറ്റ് ആയിരുന്ന M ആസാദ് വർക്കലയിൽ നിന്ന് കയറുന്നു. അപ്പം ഞങ്ങൾ ആ ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇന്നത്തെ പോലെ കോലാഹലമൊന്നുമില്ല. കഷ്ടിച്ച് 5-6 ആളുണ്ട്. കുഞ്ഞാണ്ടി ഉണ്ട്, പുതുക്കുഴി ബാലൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അങ്ങനെ 2-3 പേര്. അപ്പോൾ വാസ്തവത്തിൽ ഡോക്ടർ CK രാമചന്ദ്രൻ പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ആസ്വാദകത്ത് കയറി അങ്ങനെ പുറത്ത് വെക്കോളാൻ പറഞ്ഞു. അത് നോക്കിയിട്ട് കാര്യമില്ല. ആഫ്റ്റർ 48 hours. അപ്പോൾ നമ്മൾ എത്ര വർഷത്തെ ബന്ധമായിരുന്നത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ 2 ദിവസം അവിടെ നിന്നു. ആസ്വാദും കുഞ്ഞാണ്ടിയും അദ്ദേഹം ആസ്പത്രി വിടുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് 48 വർഷം അദ്ദേഹം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രൈസിസിൽ നിന്നും
രക്ഷപ്പെടുമെന്നാണ് കരുതിയത്. പക്ഷേ ഏകദേശമായ ആരോഗ്യം കിട്ടിയില്ലെങ്കിൽ ഒരു വെജിറ്റബിൾ പോലെ അങ്ങനെ തിരിച്ചു വരുതെന്നൊരു മോഹം ഉണ്ടായിരുന്നു എനിക്ക്. വാസ്തവത്തിൽ എം ടി അങ്ങനെ കാണാൻ പറ്റില്ല. എത്രയോ അവസരങ്ങൾ എം ടിയുടെ ഈ ആദ്യത്തെ ഭാര്യയുടെ സമയത്ത് എത്രയോ തവണ പ്രമീള ഞങ്ങൾക്കൊക്കെ ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഈ സിതാര വളർന്നു വരുന്ന ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് വേറെ യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ കോഴിക്കോട്ട് ചെന്നപ്പോൾ പതിപോലെ എം ടിയെ വിളിച്ചു. എം ടി ഉടനെ സേതു ഇവിടെ ഉണ്ടോ, ഇങ്ങോട്ട് വരൂ, എന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ സരസ്വതി ടീച്ചറെ വിളിക്കുക, കുട്ടി ഇങ്ങോട്ട് വരൂ, ഇതാണ് സേതു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരു നിയോഗം പോലെ ഞാൻ കോഴിക്കോട്ട് എത്തിപ്പെട്ടതാണ്. ഒന്നറിയാൻ വയ്യായിരുന്നു, ഹോട്ടലിൽ നിന്ന് പതുപോലെ വിളിച്ചതാണ്. അപ്പോൾ ഏതോ ചില ബന്ധങ്ങൾ, ഒരു ഇഴയടുപ്പം ഉണ്ട് അദ്ദേഹമായിട്ട്. കാരണം ഒരു 10-60 കൊല്ലത്തെ. കാരണം എൻ്റെ എഴുത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും, പണ്ടവരും മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ഒരു അദൃശ്യമായ കൈത്താങ്ങുണ്ടായിരുന്നു. കാരണം ഒരു എഴുത്തുകാരൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മോഹിക്കുന്നത് ഈ കൈത്താങ്ങിലാണ്. അപ്പോൾ ആ ഒരു 60കളിൽ ഏകദേശം ഒരു 10-12 എഴുത്തുകാർക്ക്, കാക്കനാടനായാലും മൂന്നനായാലും സക്കരയായാലും നാരായണപിള്ള ആയാലും ഞങ്ങൾക്ക് എല്ലാവരെയും അദ്ദേഹം തന്ന പിന്തുണ. കാരണം അന്ന് മാതൃഭൂമിയാണ് അൾട്ടിമേറ്റ്. ഇതിനപ്പുറം ഒരു ആഴ്ചപ്പതിപ്പ് ഇല്ലൊരു മാതൃഭൂമിയിൽ വന്ന എഴുത്തുകാരനായി. അപ്പോൾ ഒരു ബന്ധമില്ലാതെ ഒരു പരിചയമില്ലാതെ കഥ അയച്ചു കൊടുക്കുക ചെങ്കുറ്റം വെച്ച് ഡൽഹിയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ 1969 എൻ്റെ ആദ്യത്തെ കഥ സമാഹാരം എം ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ഇറക്കുന്നു. അപ്പോൾ കോഴിക്കോട്ട് എന്നെ അറിയില്ല, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ഹാളിലിരിക്കുക പുറകിൽ, അദ്ദേഹം എന്നെ വിളിച്ച് എണിപ്പിച്ചു. എന്നിട്ട് അനൗൺസ് ചെയ്യാണ്, ഇതാ ഒരു പുതിയ എഴുത്തുകാരൻ വന്നിരിക്കുന്നു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എഴുത്തുകാരനാണെന്ന്. അതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഉദാരതയെന്ന് ഞാൻ പറയുള്ളൂ. ആ സൗഹൃദം എത്രയോ കാലമായിട്ട് നിലനിന്നിട്ടുണ്ട്. കാരണം എന്ത് കാര്യത്തിലും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മാതൃഭൂമിയിൽ നിന്നൊക്കെ മാറിപ്പോയിരുന്നു. എന്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായില്ല, കിടക്കുന്നില്ല. അപ്പോൾ അന്നൊക്കെ എനിക്ക് എഴുതുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു ടാഗ് ഇട്ട് വയ്ക്കൂ, നശിപ്പിക്കരുത്, ഒരു കാലത്ത് ഞാൻ അത് ആവശ്യപ്പെടും, തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ പ്രളയത്തിൽ അത് ഞാൻ ആദ്യം തപ്പിയതാണ്. കംപ്ലീറ്റ് എഴുത്ത് മുഴുവൻ പോയി. അതെനിക്ക് എൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. എം ടിയുടെ കാരണം എന്താ വെച്ചാൽ വിലപ്പെട്ട പലതായാലും അദ്ദേഹം പറഞ്ഞിരുന്നു അക്കാലത്ത്. കാരണം ഒരു വലിയ മനുഷ്യൻ, വലിയ ജീവിതം, നമുക്കൊക്കെ എത്തിപ്പിടിക്കാനൊക്കെ കഴിയാത്ത മേഖലകൾ, ഈ കഥയും കവിതയും തമ്മിലുള്ള അതിർവരമ്പ് മാറ്റിയത് അദ്ദേഹമാണ്. ഈ മഞ്ഞ എന്ന് പറഞ്ഞ കവിതയാണ്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഒരു വായിച്ച് തീരാത്ത മഹാഗ്രന്ഥമാണ് എം ടി എന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായും ഞാൻ വായിച്ച് തീർന്നിട്ടില്ല. തീർച്ചയായും അദ്ദേഹം പോയി എന്ന് ഞാൻ പറയുള്ളൂ. അതൊരു സങ്കടകരമായ കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് അടുത്ത റൗണ്ടിൽ വരാം. അവിടെ ശ്രീ പി കെ രാജശേഖരൻ, വൈയക്തികമായ വ്യക്തിപരമായ സേതു എന്ന എഴുത്തുകാരനും വ്യക്തിക്കും എം ടി വാസുദേവൻ നായരോടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം വിവരിച്ചത്. ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ എം ടി വാസുദേവൻ നായർ വിശേഷിക്കപ്പെടുന്നത് പുതുഭാഷയുടെ എഴുത്തച്ഛൻ എന്നുള്ളതാണ്. മലയാളത്തെ സംബന്ധിച്ച് പുതിയ ഭാവുകത്വത്തിൻ്റെ പിതാവ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ, അതിപ്പോൾ നാലുകെട്ട് മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണ് താങ്കൾ ഒരു നിരൂപകൻ എന്നുള്ള നിലയിൽ കാണുക? മലയാള സാഹിത്യത്തിൽ ആധുനികതയിലേക്കുള്ള ആ വിച്ഛേദം അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ടാകുന്നത് എം ടി വാസുദേവൻ നായരിൽ നിന്നാണ്. 1950 തുടക്കത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ എം ടി വാസുദേവൻ നായരുടെ കഥകൾ, നാലുകെട്ട് എന്ന് പറഞ്ഞ 58 പ്രസിദ്ധീകരിച്ച നോവൽ, ഇവയിലൂടെ അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ രചനാരീതി അവസാനിക്കുകയും അതിന് പകരം പുതിയൊരു രചനാരീതി ഭാഷയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന പരത്തിപ്പറയുന്ന വളരെയേറെ യഥാതഥമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു രചനാരീതിയാണ് തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും പൊറ്റക്കാട്ടിൻ്റെയും ഒക്കെ തലമുറ കൊണ്ടുവന്നത്. അതിനെ മുഴുവൻ ഒറ്റയടിക്ക് ഒരു ചുവട് കൊണ്ട് അളന്ന് പിന്നോട്ട് മാറുകയും പൊടുന്നനെ
മനുഷ്യൻ്റെ ആന്തരിക ലോകത്തിലേക്ക്, ഒറ്റ വ്യക്തിയുടെ ഏകാന്തതയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രമേയ ലോകം MT കൊണ്ടുവന്നു. അത് പ്രമേയ തലത്തിൽ മാത്രമല്ല, ഭാഷയുടെ തലത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി. അതുവരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരത്തി പറയുന്ന വർണ്ണനാപ്രധാനമായ പശ്ചാത്തല വിവരണമുള്ള വ്യക്തമായ സാമൂഹിക ഉദ്ദേശത്തോടു കൂടി പോപ്പുലാരിറ്റിയുടെ ഒരു ഘടകം. ഇന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞത് എന്നിലെ ഏകാഗ്രിയോട് നിരന്തരമായി സംവദിച്ചുകൊണ്ടിരുന്ന ആളാണ് MT വാസുദേവൻ നായർ. അതിലെ ആ പുതിയൊരു ഭാഷ കൊണ്ടുവന്നു. ആ ഭാഷയിലെ ഓരോരുത്തർക്കും അന്നത്തെ 50കളിലെയും 60കളിലെയും യുവതലമുറയ്ക്ക് മുഖം നോക്കാൻ പറ്റിയ ഒരു കണ്ണാടിയായിരുന്നു ആ ഭാഷയും ആ പ്രമേയ ലോകവും. അതാണ് MT പോപ്പുലറാക്കിയത്. എല്ലാ ആളുകൾക്കും MTക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. MTയുടെ കഥാപാത്രങ്ങൾ ഞങ്ങൾ തന്നെയാണ് എന്ന് 50കളിലെയും 60കളിലെയും യുവതലമുറയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ആ സാത്മീകരണമാണ് MTയെ വളരെ പ്രധാനപ്പെട്ട ആ മലയാള സാഹിത്യത്തിലെ ഈ ഭാവുകത്വപരമായ വിച്ഛേദത്തിന് കാരണക്കാരനാക്കിയത്. അവിടെ ശ്രീ മധുപാൽ, ഇപ്പോൾ അങ്ങ് എഴുത്തുകാരനാണ്, ഒപ്പം ചലച്ചിത്ര പ്രവർത്തകനും കൂടിയാണ്. ഈ താതാത്മ്യപ്പെടൽ, ഇപ്പോൾ ഞാനാണ് ഗോവിന്ദൻകുട്ടി, ഞാനാണ് സേതു, അല്ലെങ്കിൽ ഞാനാണ് അപ്പുണ്ണി എന്ന് ഒരാൾക്ക് തോന്നാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് MT വാസുദേവൻ നായരെ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ റൈറ്ററാക്കിയതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തിൻ്റെ രചനാ ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉള്ള തോന്നൽ എന്താണ്? ഒരു കാര്യം ഉറപ്പുള്ളത്, ഇപ്പം PK പറഞ്ഞതാണ് ഏറ്റവും രസമാണ്. ഒരു മനുഷ്യൻ ഒരു ഭാഷ കൊണ്ട് മലയാളിയെ മുഴുവനായിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു വല്ലാത്ത കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെ പറഞ്ഞു വന്നിരുന്ന കഥാരീതികളല്ല, അതുവരെ പറഞ്ഞു വന്നിരുന്ന സംസാര ഭാഷയല്ല. ഈ നമ്മളിപ്പോഴും ഡയലക്ട്സിനൊരു പ്രാധാന്യമുണ്ടെന്നുള്ള സംഭാഷണങ്ങളിൽ വലിയ തോതിൽ പ്രാധാന്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് കാലം വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ പാലക്കാട് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാലം വായിക്കുമ്പോൾ എനിക്ക് പരിചിതമായ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കാണുന്നത്. അവിടെ വരുന്ന തങ്കമണിയും സുമിത്രയും ഒക്കെ എനിക്ക് അടുത്തറിയാവുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ആളുകളോട് ഇങ്ങനെ ഇത് എൻ്റെ മുമ്പിൽ നടക്കുന്ന കഥയാണല്ലോ, ഞാനിത് കണ്ടുകൊണ്ടാണല്ലോ. കാരണം പാടത്തിൻ്റെ വരമ്പിലൂടെ അവർ നടന്നു പോകുമ്പോൾ അപ്പുറത്തൊരു മരമുണ്ട്, ഒരു ഇടവഴിയുണ്ട്, മുള്ളുവേലിയിട്ട വഴിയാണ്, ആ വഴിയിലൂടെയാണ് നടന്നു പോകുന്നത്. സുമിത്ര കയറി വരുന്നത് ഇന്ന വഴിയിലാണ്, ആ കുളം എനിക്ക് പരിചിതമായ കുളമാണ്. ഇതിങ്ങനെ കൃത്യം അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നൊരു വഴിയുണ്ട്. അതുവരെയുള്ള ഒരു എഴുത്തുകാരനും ചെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്മളോടൊപ്പം ചേർന്ന് പോകാൻ പറ്റുന്ന ഇതെല്ലാം വിഷ്വൽ എന്ന് പറയുന്നൊരു ആംഗിളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. കാരണം അതുകൊണ്ട് തന്നെയാണ് ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ, കാരണം സിനിമ എന്ന മീഡിയത്തിലേക്ക് കഥ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കൃത്യമായ ദൃശ്യം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് വേറെ ഒരു എഴുത്തുകാരനും ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കാരണം സാഹിത്യം എഴുതിയിട്ടുള്ള ഒരാൾ സിനിമയിലേക്ക് അഡാപ്റ്റ് സിനിമ സ്ക്രീൻ പ്ലേയിലേക്ക് തൻ്റെ നോവലിനെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പോലും അങ്ങനെ സാധിച്ചിട്ടില്ല. കാരണം അത് രണ്ടും ഒരാൾ തന്നെയായി മാർക്കേസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് കൂട്ടായ ഒരു പ്രയത്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ തൻ്റെ കഥയെ വേറൊരു തരത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത്രമേൽ നമ്മളൊരു ആധിപത്യം എന്ന് പറയുന്നത്, കാരണം സാഹിത്യത്തിനകത്തും സിനിമയിലും ആധിപത്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധ്യമാകൂ. കാരണം അയാൾ എന്തുകൊണ്ട് വെച്ചാൽ ഈ 20ാമത്തെ വയസ്സ് മുതൽ ഈ ആദ്യത്തെ പുസ്തകം വരുന്നത് മുതൽ ഈ പറയുന്ന ജീവിതം കണ്ട് 1, 2 എണ്ണി 100ലും 150നും 200നും അപ്പുറത്തേക്കുള്ള ഒരു പ്രയാണമുണ്ടല്ലോ, അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഈ ഓരോ കഥകൾ, ഇപ്പം അത് PK പറഞ്ഞ സാധനം ഈ വളരെ കൃത്യമായ നമ്മൾ സാമീപ്യം ഉണ്ടാക്കുകയും അതിനൊരു കൃത്യമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുക എന്നുണ്ട്. സേതു സാർ മുഖം നോക്കുമ്പോൾ ഞാൻ തന്നെയല്ലേ, അത് എന്നെ കുറിച്ചല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായിരിക്കാം ആ കണക്ഷൻ. ഒരു പക്ഷേ വായനക്കാർക്ക്, അനുവാചകർക്ക് MT വാസുദേവൻ നായരെ കണക്ട് ചെയ്യുന്ന ഘടകം അതായിരിക്കാം. പക്ഷേ സുഭാഷ് ചന്ദ്രൻ, താങ്കളെ സംബന്ധിച്ച് MT വാസുദേവൻ നായർ മുൻഗാമിയാണ്. അത് നോവലിസ്റ്റ് എന്നുള്ള നിലയിലും കഥാകൃത്ത് എന്നുള്ള നിലയിലും പത്രാധിപർ എന്നുള്ള നിലയിലും അങ്ങനെയാണ്. ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ MTയെ എങ്ങനെ കാണാം? ഞാൻ മാതൃഭൂമിയിൽ 4 നൂറ്റാണ്ട് മുമ്പ് ചേരാൻ വരുമ്പോൾ അദ്ദേഹമായിരുന്നു മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ പത്രാധിപർ. അദ്ദേഹമാണ് അഭിമുഖം നടത്തിയിട്ട് എന്നെ എടുത്തത്. അദ്ദേഹം 2ാം ഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിഷുപ്പതിപ്പ് കഥാമത്സരം പുനരാരംഭിച്ചപ്പോൾ അതിൽ സമ്മാനം കിട്ടിയിട്ടാണ് ഞാൻ കഥാരംഗത്തേക്കും വന്നത്. അങ്ങനെ പത്രപ്രവർത്തനത്തിലും കഥയിലും ഗുരുസ്ഥാനീയനായ ഒരാളാണ് കടന്നുപോയത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ മതിക്കുന്നത്, ഒരു എഴുത്തുകാരൻ തൻ്റെ നില എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ സ്ഥാപിക്കുന്നത്
എന്നത് കണ്ടുപഠിക്കാവുന്നൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും സാംസ്കാരിക ജീവിതവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പഴയ ചൊല്ലിനെ തൻ്റെ ജീവിതം കൊണ്ട് സാധൂകരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ ചായ്വുകൾ, സാഹിത്യവും സാംസ്കാരികവുമായിട്ടുള്ള ചായ്വുകൾ, വ്യക്തി പക്ഷപാതങ്ങളെല്ലാം കൊണ്ട് കലുഷിതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റേതുപോലുള്ള ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ദശകങ്ങൾ, 21-ാം വയസ്സിൽ കഥ എഴുതി രംഗപ്രവേശം ചെയ്ത ഒരാൾ 91-ാം വയസ്സിൽ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 70 വർഷങ്ങൾ 7 ദശകങ്ങൾ അദ്ദേഹം നമ്മുടെ മലയാളിയുടെ മനസ്സിൻ്റെ മധ്യത്തിൽ കസേര വലിച്ചിട്ടിരിക്കുകയായിരുന്നു. പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഉന്നതനായ ഒരു സാംസ്കാരിക അവബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മാറി നിന്ന് നോക്കിക്കണ്ടത്, എവിടെയാണ് അദ്ദേഹം ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെട്ടത്, എവിടെയാണ് മൗനമായി ഇരിക്കേണ്ട ഇടങ്ങളിൽ മൗനമായി ഇരിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ മൗനം നമ്മൾ മലയാളികൾക്ക് മഹാത്ഭുതമാണ്. കാരണം നമ്മുടെ മലയാളിയുടെ വാചാലത പലപ്പോഴും പരദൂഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള പരദൂഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കുകൾ മുഴുവനും ചെലവഴിക്കുന്നത്. MT പരദൂഷണം പറയാത്ത ആളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മൗനത്തിൽ ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പറയാൻ, നമ്മോടൊപ്പം വാദിക്കാനും ജയിക്കാനും മത്സരിക്കാനുമുള്ള വാക്കുകൾ പരദൂഷണത്തിൻ്റേതായ ക്ലാവടിഞ്ഞ പല്ലുകൾ കൊണ്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുവാൻ അദ്ദേഹം തൽപരനായിരുന്നില്ല ഒരു കാലത്ത്. പല സന്ദർഭങ്ങളിലും ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും എപ്പോഴും പ്രകാശം പരത്തുന്ന ഒരു പുതിയ ആശയം, മനുഷ്യനെ കുറച്ചുകൂടി ഉദാത്തതയിലേക്ക് ഉയർത്തുന്ന ഒരു സങ്കല്പം, പ്രകാശം നിറഞ്ഞ പുസ്തകങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങൾ, സമൂഹത്തിലും സംസ്കാരത്തിലും ജീവിതത്തിലും ഒരാൾ പുലർത്തേണ്ടുന്ന അന്തസ്സിനെ പറ്റിയുള്ള മാറി നിന്നുള്ള ചില വീക്ഷണങ്ങൾ, ഇത് മാത്രമാണ് MT ഞാൻ ഇടപെട്ട പല ഘട്ടങ്ങളിലും വളരെ ചുരുക്ക അവസരങ്ങളിൽ അദ്ദേഹമായിട്ട് ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ ഭഞ്ചിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടെ ഞാൻ മാറി നിന്നതാണ്. അദ്ദേഹം എന്നോട് വാത്സല്യം സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും ഞാൻ അതിന് അധികം മുതിർന്നിട്ടില്ല. എങ്കിൽ പോലും ആ സന്ദർഭങ്ങളിലെല്ലാം വെളിച്ചം ഒളിപ്പിച്ചു വച്ച ഒരു ചിമിഴ് കണക്കെ അദ്ദേഹം മൗനത്തിൻ്റെ ആ ദുർഗത്തിൻ്റെ അകത്തിരിക്കാനായിട്ട് ഞാൻ വിസ്മയിച്ചു പോയിട്ടുണ്ട്. നമ്മൾ എത്രയോ നമ്മുടെ വാക്കുകളും തൊണ്ടയും നാക്കും പരദൂഷണത്തിനും മാത്രമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മുമ്പിൽ അദ്ദേഹം വിസ്മയമായത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് മൈനസ് പരദൂഷണമാണ്. യെസ്, തീർച്ചയായും. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇന്നലെ രാത്രി താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ ആദ്യത്തെ വാചകം അനാഥനായി എന്നുള്ളതാണ്. ഭാഷയും സാഹിത്യവും അനാഥമായി എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളത്തിന് ബാക്കി വെക്കുന്നത് എന്താണ്? തീർച്ചയായും എഴുത്തിൻ്റെ ഒരു വംശവൃക്ഷം തന്നെയാണ് വീണത്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ എഴുത്തുകാരനായിരുന്നു. ഒരു സമ്പൂർണ്ണ എഴുത്തുകാരൻ്റെ സർവമുഖ പ്രതിഭ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അനാഥരുടെയും ദുഃഖിതരുടെയും ദരിദ്രരുടെയും നിഷ്കാസിതരുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും ഏകാകികളുടെയും ഒറ്റപ്പെട്ടവരുടെയും മനസ്സിലിരുന്നു കൊണ്ട് ലോകത്തെ വായിക്കുകയാണ് MT ചെയ്തത്. വേലായുധേട്ടൻ എന്ന ഒരു മനോരോഗിയുടെ മനസ്സിലിരുന്ന് ലോകത്തെ കണ്ട ആ ഒരൊറ്റ കഥ ലോകത്ത് മനോരോഗികളുടെ ചികിത്സയ്ക്ക് പാഠപുസ്തകമാക്കാവുന്ന ഒരു കഥയാണ്. അത്തരത്തിൽ മറ്റൊരു കഥ ലോകത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് MTയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. ഇങ്ങനെ മനോരോഗികൾ, ഒറ്റപ്പെട്ടവർ, അനാഥർ, ഇവരൊക്കെ MTയുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു എഴുത്തുകാരൻ എന്നും, നല്ല എഴുത്തുകാരൻ ചെയ്യേണ്ടത് മുഖ്യധാരയിലില്ലാത്ത മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിക്കുകയാണ്. MT വന്നത് കൂടല്ലൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. ഒരു വശത്ത് പുഴയാണ്, വടക്കേ പുഴയും തെക്കേ പുഴയും അടങ്ങുന്ന വലിയൊരു പുഴ. മറുവശത്ത് താന്നിക്കുന്നും പറക്കുളം മേച്ചിൽപ്പറമ്പും ഉള്ള കുന്ന്. അതിനിടയിൽ റോഡ് പോലും ഇല്ലാത്ത ഒരു ചെറിയ പ്രദേശമാണ് കൂടല്ലൂർ. കൂമാൻതോട് തൊട്ട് കൈതക്കാട് വരെയുള്ള പ്രദേശം എന്നാണ് MT തന്നെ എഴുതിയിട്ടുള്ളത്. ആ ചെറിയ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ആ ഗ്രാമത്തിൻ്റെ കഥകളും കൊണ്ടാണ് അദ്ദേഹം ലോകസഞ്ചാരം നടത്തിയത്. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, തളരുമ്പോൾ മണ്ണിനെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ട്രോജൻ പടയാളികളെ പോലെ ഞാൻ തളരുമ്പോഴൊക്കെ വരുന്നത് എൻ്റെ ഗ്രാമത്തിലേക്കാണ്.
അങ്ങനെ ആ മണ്ണിൻ്റെ സ്മരണകളെ കെട്ടിപ്പുണർന്ന് കിടന്നുകൊണ്ട് ലോക സാഹിത്യത്തിൽ കൂടല്ലൂരിനെ ഒരു അനശ്വര ഗ്രാമമാക്കി MT മാറ്റി. ഫോക്നറുടെ യോക്ന പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മാർക്കസിൻ്റെ മക്കൊണ്ട പോലെയും പേര് പറയാത്ത ഒരു വിശ്വചരിത്ര ഗ്രാമമായി കൂടല്ലൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തെ മാറ്റി തീർക്കുക എന്നത് ഒരു എഴുത്തുകാരൻ ചെയ്യുന്ന മാജിക്കാണ്. ഈ പാരായണക്ഷമമല്ലാത്ത ഒരു വരി പോലും MT എഴുതിയിട്ടില്ല. അത്യാവശ്യം ഭാഷ കൂട്ടി വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും വായിക്കാവുന്നതാണ് MTയുടെ സാഹിത്യം. MTയുടെ സിനിമകളും അതുപോലെ തന്നെയാണ്. ആ അർത്ഥത്തിൽ സാധാരണക്കാരുടെ ജീവിതം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി 7.5 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ഹൃദയത്തിന്മേൽ അധികാരം സ്ഥാപിച്ച അത്യപൂർവ എഴുത്തുകാരനാണ്. ഞാൻ ആ പ്രദേശത്തുകാരനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 10-12 കൂടല്ലൂരായി. നാടിനെ എനിക്കറിയാം. ആ ഗ്രാമത്തെ എങ്ങനെയാണ് ഈ മനുഷ്യനെ അനശ്വരമാക്കിയത് എന്ന് അത്ഭുതാദരങ്ങളോട് കൂടിയാണ് ഞാൻ കൂടെ നടന്ന് കണ്ടിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ എന്തോ ഒരു ചെറിയ സാങ്കേതിക തകരാറ് വന്നു. ഓക്കെ, കാണിച്ചോളൂ. തുടരാം. ഓക്കെ, ശരി. ഞാൻ അടുത്ത റൗണ്ടിൽ അങ്ങയിലേക്ക് വരാം. ഒരു ചെറിയ സാങ്കേതിക തകരാറ് വന്നതാണ്. ശ്രീ സേതു, ഇവിടെ ഇപ്പോൾ MT എന്ന എഴുത്തുകാരനെ, MT എന്ന വ്യക്തിയെ നമ്മൾ കണ്ടു. MT എന്ന പത്രാധിപരെ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ അടയാളപ്പെടുത്തും? NV കൃഷ്ണവാര്യർക്ക് ശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വഴി ഇപ്പോൾ നമ്മുടെ പുതിയ ഭാവുകത്വം വരുന്ന ഘട്ടമുണ്ടല്ലോ, അത് ഏതൊക്കെ നിലയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു ലിറ്റററി എഡിറ്റർ എന്നുള്ള നിലയിൽ, ഒരു സാഹിത്യ പത്രാധിപർ എന്നുള്ള നിലയിൽ MT വാസുദേവൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഞാൻ വാസ്തവത്തിൽ ഈ കാലത്തിൻ്റെ 50-ാം വർഷം തൃശ്ശൂർ വെച്ച് ആഘോഷിച്ച സമയത്ത് MT അടുത്തിരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെക്കാൾ വലിയ എഴുത്തുകാർ മുമ്പുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. പക്ഷേ MTയെ പോലെയുള്ള ഒരു ലിറ്റററി പത്രാധിപരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യൻ ഭാഷകളിലില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഡൽഹിയിലെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെന്നതിന് ശേഷം അത് ഉറപ്പിച്ചു. മറ്റൊരു ഇന്ത്യൻ ഭാഷയിൽ ഇതുപോലെ ഇത്രയധികം എഴുത്തുകാരെ കണ്ടെത്തുന്ന, അവർക്ക് ധൈര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പത്രാധിപരില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പം ഞങ്ങളുടെ തലമുറയിൽ 60കളിൽ 10-12 പേരെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. കാക്കനാടൻ, മുകുന്ദൻ, സക്കറിയ, MP നാരായണപിള്ള, പിന്നെ ഞാൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ജയദേവൻ, എത്രയോ പേര്. അതിൽ പലരും ഇന്നും പ്രസക്തമാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ ടൈമിംഗ് ഉണ്ട്. ഈ ഒരു ടാലൻറ്റിനെ കണ്ടെത്തിയാൽ മാത്രമല്ല, വേണ്ട സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് പുറകിൽ നിൽക്കുക. അപ്പോൾ അതാണ് അദ്ദേഹം ഒരിക്കലും എൻ്റെ ഒരു കഥ മടക്കിയിട്ടില്ല. എനിക്കൊരു 19 കൊല്ലത്തോളം എൻ്റെ കഥകൾ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ട ഒന്നും മടക്കിയിട്ടില്ല. കഥ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മോശമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ചില മുക്കലും മുള്ളലും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഒരിക്കൽ മാതൃഭൂമി ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിൽ ഒരുപാട് കഥകൾ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് 2-3 കഥകൾ തിരഞ്ഞെടുക്കുക? അപ്പം അന്നൊക്കെ നിങ്ങളിൽ പറയാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ MT എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ആദ്യത്തെ ഞാൻ 2-3 പാരഗ്രാഫ് വായിക്കും, ഈ 4ാമത്തെ പാരഗ്രാഫിലേക്ക് കൊണ്ടുപോകേണ്ടത് എഴുത്തുകാരൻ്റെ ചുമതലയാണ്. ഈ 4ാമത്തെ പാരഗ്രാഫിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കഥ അവിടെ നിന്ന് മാറും. അതൊരു വലിയ ഇതാണ്. പിന്നെ ഒരിക്കൽ അദ്ദേഹം എന്നോടും കുഞ്ഞത്തോടും പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കൊക്കെ പ്രശസ്തിയുണ്ട്, നിങ്ങളെന്താ വെച്ചാൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, പക്ഷേ നിങ്ങളെ വായനക്കാർ വിലയിരുത്തുന്നുണ്ട്, നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട വായനക്കാരുണ്ട് ഇവിടെ, അവർ വിലയിരുത്തും. അതുകൊണ്ട് ഒരു നന്നായിട്ട് അവനവൻ തന്നെ വിലയിരുത്തിയതിന് ശേഷമേ ഞങ്ങൾക്ക് അയക്കാവൂ. അതൊരു വലിയൊരു പാഠമായിരുന്നു. ഞാൻ പറയും, കുഞ്ഞബ്ദുള്ളേ, നമുക്ക് വേണമെങ്കിൽ പരസ്പരം നോക്കാം, ആവശ്യമില്ലാതെ ഒന്നും അയച്ചു കൊടുക്കരുത്, കാരണം അദ്ദേഹം കയറി പബ്ലിഷ് ചെയ്യും. അപ്പം നമ്മുടെ വിലയാണ് പോകുന്നത്. പിന്നെ മാത്രം 2-3 കാര്യങ്ങൾ. ഇപ്പം നേരത്തെ ആരോ പറഞ്ഞ പോലെ തകഴിച്ചേട്ടൻ്റെയും കേശവദേവിൻ്റെയും
പൊൻകുന്നം വർക്കിയുടെയും കാലത്ത് ശേഷം MTയുടെയും പത്മനാഭൻ്റെയും മാധവക്കുട്ടിയുടെയും മോഹൻ്റെയൊക്കെ തലമുറ വരുമ്പോൾ അതൊരു വലിയൊരു കുടഞ്ഞു മാറ്റമായിരുന്നു. കാരണം ഭാവുകത്വ പരിണാമം എന്നൊക്കെ നമുക്ക് പറയുമെങ്കിലും അതിനൊക്കപ്പുറമായിട്ട് ജനമനസ്സിനെ അങ്ങ് ആകർഷിക്കുക, നമ്മളെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ അപ്പോൾ ലോകകഥാ മത്സരത്തിന് 54 മറ്റാണ് അത് തിരഞ്ഞെടുക്കുന്നത്. യാദൃശ്യമായിട്ടത് ആലുവയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥ വായിച്ച തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാകുകയാണ്. 54 മറ്റാണത്, എത്ര കൊല്ലമായി, 70 വർഷമായി. പക്ഷേ ആ ഒരു മാന്ത്രിക സ്പർശം വളർത്തുമൃഗങ്ങളുണ്ട്. പിന്നെ അതിൽ നിന്നാണ് എത്രയോ ഇപ്പം നീലക്കുന്നുകൾ അല്ലെങ്കിൽ ഓരോന്ന്. ഇപ്പം ഞാൻ ഈ മഞ്ഞ് വായിച്ചതിന് ശേഷം മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നോവലുകൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾ അസുരഭിത്തും മഞ്ഞുമാണ്. ഞാൻ മഞ്ഞ് വായിച്ചതിന് ശേഷം ഞാൻ നൈനിറ്റാളിലൊരിക്കൽ പോയപ്പോൾ എങ്ങനെ ഈ നമ്മളൊക്കെ കാണുന്ന നൈനിറ്റാളിനെ എങ്ങനെയാണ് ഈ കലാകാരനെ ഒരു മാന്ത്രിക സ്പർശം കൊണ്ട് വേറെ ഒരു മഹാസൃഷ്ടിയാക്കാൻ സാധിച്ചു. അതൊരു വലിയ കഴിവാണത്. അതായത് വാസ്തവം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയും കവിതയും തമ്മിലുള്ള അതിര് അങ്ങേര് ഉടച്ചു കളഞ്ഞു. കാരണം അങ്ങേർക്ക് കഥ എന്ന് പറയുന്ന കവിത തന്നെയാണ്, ഭാഷ അതുപോലെ വഴങ്ങും. OV വിജയൻ വേറെ തരത്തിൽ കൈകാര്യം ചെയ്തു. പക്ഷേ MT നമ്മളുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറുന്നത്. തീർച്ചയായും MT വാസുദേവൻ നായർക്ക് ഒരു ട്രിബ്യൂട്ടാണെന്ന് സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ PK രാജശേഖരൻ, ഇവിടെ MT വാസുദേവൻ നായർ എന്ന സാഹിത്യ പത്രാധിപരെ കുറിച്ചാണ് ഇപ്പോൾ സേതു സാർ സംസാരിച്ചത്. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചും ലോക സാഹിത്യത്തെ സംബന്ധിച്ചും പല വഴികളുണ്ട്. ആ പല വഴികളെല്ലാം അല്ലെങ്കിൽ പല ദർശനങ്ങളുണ്ട്. അത് എങ്ങനെ നമ്മുടെ ഭാവുകത്വ പരിസരങ്ങളിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതൊരു എഡിറ്ററെ സംബന്ധിച്ച്, ഒരു സാഹിത്യ പത്രാധിപരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട റോളാണല്ലോ. അതിൽ MT വാസുദേവൻ നായർ എത്ര കണ്ട് വിജയിച്ചു എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അതിലേറ്റവും അധികം വിജയിച്ച സാഹിത്യ പത്രാധിപന്മാരുടെ ഒരാളാണ് MT. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ സംസാരിച്ചു തരുന്ന സേതു. അതായത് പാണ്ഡവപുരം പോലെ പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയാവുന്ന ഒരു നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിക്ക് എന്തായാലും സേതുവിനോടുള്ള സൗഹൃദം കൊണ്ടല്ല, ആ കൃതി കൊണ്ടുവന്ന ഒരു വലിയ പുതുമയുണ്ട്, ഞെട്ടിപ്പിക്കുന്ന പുതുമയാണ്. ഇന്ന് പോലും പാണ്ഡവപുരം നമ്മുടെ ഭാവനയെയും സാക്ഷിക്ക് ശേഷം അത് കഴിഞ്ഞ് സ്മാരകശിലകൾ വരുന്നു. അപ്പോൾ പാണ്ഡവപുരം സ്മാരകശിലകൾക്കും അഗ്നിസാക്ഷിക്കും ഒക്കെ ഉള്ളൊരു പ്രത്യേകത, അതിന് നമ്മുടെ റിയലിസ്റ്റിക്കായ ഒരു പശ്ചാത്തലമുണ്ട്. ഫാൻറ്റസിയിലേക്ക് മുഖം നോക്കുന്ന, ഫാൻറ്റസിയിലേക്ക് കുതിച്ചു ചാടി നമ്മൾ പരിഭ്രമിപ്പിക്കുന്നില്ല. ഈ ഒരു എക്സ്പെരിമെൻ്റൽ വർക്കിനെ ഒരു പത്രാധിപർ സ്വീകരിക്കുന്നു. അതൊരു സൗഹൃദം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മറിച്ച് നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാവി ഈ വഴിക്കും കൂടി നീങ്ങും എന്ന് പറയുകയും, അതായത് തനിക്ക് ശേഷം വരുന്ന ഒരു മൂവ്മെൻറ്റിനെ, താൻ ഭാഗമല്ലാത്ത ആധുനികത എന്ന പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയെ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്യുകയാണ്. അതാണ് സേതു സാർ തന്നെ പറഞ്ഞ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞ് OV വിജയൻ ഒഴികെ ഒരു വലിയ ലിസ്റ്റ് അദ്ദേഹം അവതരിപ്പിച്ചു. ഞങ്ങൾ 10-12 എഴുത്തുകാരെ കൊണ്ടുവന്നു. അത് ഒരു സാഹിത്യ പത്രാധിപർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന. അതിനു മുമ്പ് MTക്ക് ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുമ്പ് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന NV കൃഷ്ണവാര്യർ. കാരണം NV കൃഷ്ണവാര്യരാണ് പ്രത്യേകിച്ചും നോവലിൻ്റെ പബ്ലിഷിങ്ങിൽ, നോവൽ സീരിയലൈസേഷനിൽ മലയാളത്തിൽ ആദ്യമായി ഒരു മാതൃക അവതരിപ്പിച്ച് നോവൽ സീരിയലൈസ് ചെയ്ത് ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കാമെന്ന് തെളിയിച്ച മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായ NV കൃഷ്ണവാര്യരായിരുന്നു. ആ പാത കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് MT ചെയ്തത്. തീർച്ചയായും. ശ്രീ സുഭാഷ് ചന്ദ്രൻ അതിലൊരു അഭിപ്രായം ഉണ്ടാവും തോന്നുന്നു. കാരണം അദ്ദേഹം ഇപ്പോൾ പീരിയോഡിക്കൽസിന് നയിക്കുകയാണല്ലോ. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരെ കണ്ടെത്തുക എന്ന വലിയ ദൗത്യം കൂടി വിജയകരമായി MT വാസുദേവൻ നായർ നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായി മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന പോലെ തന്നെ അദ്ദേഹം ഒരു കൂട്ടം എഴുത്തുകാരെ, ഇവിടെ ശ്രീ PK രാജശേഖരൻ ഉപയോഗിച്ച വാക്കനുസരിച്ചാണെങ്കിൽ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഒരു മാതൃകയാണ്? ആഴ്ചപ്പതിപ്പിൻ്റെ ജോലി നിർവഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അത്ഭുതത്തോടെ വിചാരിക്കുന്ന ഒന്നാണ്. കാരണം മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ഒരു വലിയ നിര എഴുത്തുകാർ തങ്ങൾ എഴുതുന്ന കഥയോ കവിതയോ നോവലോ ആദ്യം അയക്കുന്ന പ്രസിദ്ധീകരണ മാതൃഭൂമിയാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു കഥയോ 2 കവിതയോ ഒരു നോവൽ കിട്ടിയാൽ ഒരു വർഷത്തേക്ക് ഒരു നോവലോ മതി. എന്നാൽ നമ്മുടെ കൈവശം വന്നു ചേരുന്ന കൃതികളുടെ ബാഹുല്യം അമ്പരപ്പിക്കുന്നതാണ്. അതിൽ പകുതിയിലധികവും തന്നെ
മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടേതാണെന്നാണ് ഒരു കാര്യം. അപ്പോൾ അവരെഴുതുന്ന പ്രധാന കൃതികൾ അതാത് സമയങ്ങളിൽ കൊടുക്കുന്ന ഒരാൾക്ക് പുതിയ കാലത്തിൻ്റെ എഴുത്തിനെ കണ്ടെത്തുകയും അതിനെ കൃത്യമായി ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരോടൊപ്പം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. കാരണം അതിൻ്റെ സ്ഥലപരിമിതി മാത്രമല്ല, സമയപരിമിതി കൂടി ഒരു പ്രധാന ഘടകമാണ്. ഇത്രയധികം പേജുകൾ വായിക്കുക എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ വലിയ വായനയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സാങ്കേതിക സൗകര്യങ്ങളോ അത്ര പുഷ്കലമായിട്ടില്ലാത്ത ഒരു പഴയ കാലത്ത് ഇരുന്നുകൊണ്ട് അന്നത്തെ അതിഗംഭീരന്മാരായ എഴുത്തുകാരുടെ കൃതികൾ നൽകുന്നതിനോടൊപ്പം തന്നെ പുതിയ ആളുകളെ കൈപിടിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ ശുഷ്കാന്തിയും അതിലെ ആ കൃതഹസ്തതയും മാനിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ എഴുത്തുകാർ, ഇപ്പോൾ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം എന്ന് പറയുന്ന നോവൽ ഇപ്പോഴെടുത്ത് വായിച്ചാലും നമ്മൾ ശീലിച്ച വ്യത്യസ്തങ്ങളായ ഭാവുകത്വങ്ങളുമായിട്ട് സെൻസിബിലിറ്റികളുമായിട്ട് ഇണങ്ങാത്ത പലതും അതിലിപ്പോഴും നവീനമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് അന്നത്തെ കാലത്ത് എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് കൃത്യമായി കണ്ടെത്തുവാനും രാജശേഖരൻ പറഞ്ഞ പോലെ ഇൻവെൻറ്റ് ചെയ്യുവാനും അതിനെ കൃത്യമായിട്ട് സ്ഥാപിക്കുവാനും അദ്ദേഹം കാണിച്ച ഒരു കാര്യപ്രാപ്തി എന്ന് തന്നെ പറയണം. ഒരു പത്രാധിപരാകുമ്പോൾ അതിനൊരു കാര്യപ്രാപ്തി എന്ന് തന്നെ പറയണം. അത് അത്ഭുതാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുകരിക്കുക എന്നുള്ളത് എത്ര കണ്ട് കരണീയമാണ് എന്ന് എനിക്കറിയില്ല പുതിയ കാലത്ത്. കാരണം പുതിയ കാലത്ത് ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി ധാരാളമായി എഴുത്തുകാരുണ്ടാവുന്നു. പഴയ കാലത്ത് എഴുതണം എന്ന തിക്കുമുട്ടലുള്ള ആളുകൾ മാത്രമാണ് എഴുതിയിരുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് എല്ലാവരും എഴുത്തുകാരാവുന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്, അതിൻ്റെ ജനാധിപത്യവൽക്കരണമാണ് എന്ന് നമുക്കറിയാമെങ്കിലും അതിൽ നിന്ന് ഏറ്റവും പ്രകാശമുള്ള രത്നങ്ങളെ കണ്ടെടുത്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് അദ്ദേഹം അക്കാലത്ത് എല്ലാ കാലത്തേക്കുമുള്ള പത്രാധിപന്മാർക്ക് മാതൃകയാവും വിധം അക്കാലത്ത് അത് നിർവഹിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ നമുക്ക് മാനിക്കാതെ വയ്യ. തീർച്ചയായും. ശ്രീ മധുപാൽ, നമ്മൾ MT എന്ന വലിയ ചലച്ചിത്രകാരനെ കൂടി കാണണമല്ലോ. മലയാള ചലച്ചിത്ര ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ക്രാഫ്റ്റുകൾ MTയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ നിർമാല്യം മുതൽ പിന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളാണെങ്കിലും നമ്മുടെ മഹാനടന്മാരുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച കഥാപാത്ര സന്ദർഭങ്ങൾ എന്ന് പറയാവുന്നത് MTയുടെ തൂലികയിൽ പിറന്നവയാണ്. അത് മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ അങ്ങേയറ്റം ഹൃദയംഗമമായി ഇന്ന് ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടു. MTയിലെ സിനിമക്കാരനെ എങ്ങനെ കാണണം? ഒരു കാര്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന മീഡിയത്തെ അറിഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണത്. കാരണം ഒരു ദൃശ്യഭാഷയുണ്ട് എഴുത്തിനകത്ത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം കഥകൾ ചെയ്തിട്ടുള്ളത്. കാരണം സ്വന്തം കൃതികളെ പോലും സിനിമയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ ഭാഷ കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സിനിമയിലുള്ള പ്രധാനപ്പെട്ട കാര്യം, സിനിമ സംഭാഷണത്തിലൂടെയും ദൃശ്യങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ്. നോവൽ പറയുമ്പോൾ നോവലിന് നമുക്ക് വേണമെങ്കിൽ കുറേ കൂടെ കാര്യങ്ങളൊക്കെ പരത്തിയൊക്കെ പറഞ്ഞു പോകാവുന്ന സമയം, പശ്ചാത്തലം ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. സിനിമയ്ക്ക് ഒറ്റ ഫ്രെയിമിനകത്ത് ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രെയിമിനകത്ത് എന്തു വേണം, എങ്ങനെയാണത് പറയേണ്ടത്, എങ്ങനെയാണ് ഈ ഭാഷ, ഈ സംഭാഷണം ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രേക്ഷകനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു എഴുത്തുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അക്ഷരാർത്ഥത്തിൽ ശ്രീ MT വാസുദേവൻ നായർ. കാരണം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചെറിയ വാചകങ്ങളാണ്, ചെറിയ വാക്കുകൾ കൊണ്ടാണ്. ഇപ്പം ഞാനത് ഏറ്റവും എന്നെ എന്നും ഭ്രമിപ്പിച്ചിട്ടുള്ളൊരു സാധനമാണ് താഴ്വാരത്തിലുള്ളത്. അവനെന്നെ കൊല്ലാൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും എന്നാണ്. ചാവാതിരിക്കാൻ ഞാനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവൻ മരിക്കാതിരിക്കാൻ എന്നുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ബാലൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ബാലനൊരു ഈ മലയറപ്പുകാരനാണ്, അങ്ങനത്തെ ഒക്കെ ജീവിതമുണ്ട്. സാധാരണ മട്ടിൽ ഏറ്റവും തന്നെ കൊല്ലിയും ചാവുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു. ഒരു മനുഷ്യൻ ആ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് അവ പറയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു എഴുത്തുണ്ട്. മാത്രമല്ല താഴ്വാരം പോലൊരു സിനിമ മലയാളത്തിൽ അങ്ങനൊരു വൈൽഡ് വെസ്റ്റ് സിനിമകൾ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ആലോചിക്കണം. അങ്ങനൊരു സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും അത് അതിമനോഹരമായിട്ട് അത് പ്ലേസ് ചെയ്യാനും പറ്റിയാണ്. 4 കഥാപാത്രങ്ങളേ ഉള്ളൂ എന്നുകൊണ്ട് ആലോചിക്കണം. ആ 4 ക്യാരക്ടേഴ്സിനെ കൊണ്ട് എത്രത്തോളം പവർഫുള്ളായിട്ട് അതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നമുക്ക് ഭയമുണ്ടാക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നമ്മൾ അടുത്തത് എന്തെന്ന് അറിയാനുള്ള ഒരു ഉദ്വേഗത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്നൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് MT
ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് ചെയ്ത് പോയിട്ടുള്ള അടിയൊഴുക്കുകൾ പോലെയോ ആൾക്കൂട്ടത്തനിയോ പോലുള്ള സിനിമകളിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആൾക്കൂട്ടത്തനിയിൽ അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വാചകങ്ങൾ മലയാള സിനിമയിൽ ഇന്ന് വരെ ഒരു നടി പോലും ഒരു ക്യാരക്ടർ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം പണത്തിൻ്റെ അളവ് വെച്ചുകൊണ്ട് മനുഷ്യനെ അളക്കാൻ പറ്റുന്ന സ്ഥിതികളെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് MT പറയുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അക്ഷരങ്ങളിലുള്ള കഥ. അപ്പോൾ ഓരോ സിനിമയിലും വളരെ വ്യക്തമായിട്ട് ഈ കഥാപാത്രങ്ങളെ കൊണ്ട് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ആ പറഞ്ഞാൽ അതെങ്ങനെ പ്രേക്ഷകൻ്റെ മനസ്സിൽ കൊള്ളും, അവൻ എങ്ങനെയാണ് ആ സിനിമ കാണുന്നത് എന്ന് പറയിപ്പിക്കുന്നുണ്ട്. കാരണം ആരൂഢം പോലൊരു സിനിമയിലുണ്ട്. ആരൂഢത്തിലൊക്കെയാണ് ഞാൻ എനിക്ക് എപ്പോഴും ഐ ഫോർ ഈഗ്ലൂ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതിനകത്താണ്. ഒട്ടും പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുട്ടിയുടെ പഠനത്തിലേക്ക് കൊണ്ടുവരും. അവരിൽ നിന്നും ഏറ്റവും തനി നാടകൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയും കണ്ണാന്തലയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഇങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് കൊണ്ടുപോകുന്ന ഒരു എഴുത്തുണ്ടല്ലോ. ആ എഴുത്ത് ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ ഇന്ന് വരെ ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. വാരിക്കുഴി പോലുള്ള സിനിമയ്ക്ക് വാരിക്കുഴിയിൽ ഏറ്റവും രസകരമായ ഒരു സാധനമുണ്ട്. അതിനകത്ത് ആ സുകുമാരൻ്റെ ക്യാരക്ടർ കല്യാണം കഴിച്ചു വന്ന ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് അദ്ദേഹം ചെയ്തതാണ്, ഇത് അദ്ദേഹം ചെയ്തതാണ്, ഇത് എന്ന് പറഞ്ഞു വരുമ്പോൾ ആര് എന്ന് ചോദിക്കുന്ന സാധനം വരുമ്പോഴാണ് മുമ്പ് കല്യാണം കഴിച്ചിരുന്ന ഭർത്താവിൻ്റെതാണെന്ന് പറയുന്നത്. ഇങ്ങനെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ പ്ലേസ് ചെയ്യുക എന്നുള്ള സാധനമുണ്ടല്ലോ. അത് MT എന്ന് പറയുന്നൊരു വ്യക്തിക്ക്, MT എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്, MT എന്ന് പറയുന്ന അത്രമേൽ സാഹിത്യം വായിച്ചിട്ടുള്ള, ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, ഈ ഒരു ദിവസം എനിക്ക് 250 പേജ് വായിക്കാൻ കഴിയുമായിരുന്നു, ഇപ്പം 50 പേജ് വായിക്കാൻ കഴിയാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള അത്രമേൽ വായനയുള്ള ഒരു കാര്യങ്ങളെ കണ്ടെത്തി. സേതു സാർ പറഞ്ഞ പോലെ ഒരുപാട് പേര് കണ്ടെത്തിയപ്പം രാജശേഖരൻ പറഞ്ഞ പോലെ ഇൻവെന്റ് ചെയ്യപ്പെട്ടില്ല. അത് പറ്റിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് M. മുകുന്ദൻ പറഞ്ഞത് മലയാളത്തിൽ ആർക്കെങ്കിലും നൊബേൽ സമ്മാനം കൊടുക്കണമെങ്കിൽ അതിന് അർഹൻ MT വാസുദേവൻ നായർ മാത്രമാണ് എന്ന് നേരത്തെ M. മുകുന്ദൻ പറയുന്നത് നമ്മൾ കേട്ടു. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇപ്പോൾ MTയുടെ ദേശത്തെക്കുറിച്ച് കേരളത്തിൽ കൂടല്ലൂരോ മലമൽക്കാവിലോ ഒന്നും വന്നിട്ടേ ഇല്ലാത്ത ഞാനടക്കമുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളടക്കമുള്ള അനേകായിരം ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ വളരെ നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള ഏതോ നാട്ടുവഴി, MT വാസുദേവൻ നായർ സഞ്ചരിച്ച നാട്ടുവഴി, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ആകാശം, അദ്ദേഹം ശ്വസിച്ച വായു, ഇത് നമുക്ക് വളരെ പരിചിതമാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. MTയുടെ ദേശം എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്നിട്ടുള്ളത്, അതെങ്ങനെയാണ് പ്രതിഫലിച്ചത്? 18 വയസ്സുവരെ മാത്രം കൂടല്ലൂരിൽ ജീവിച്ച ഒരാളാണ്. പാലക്കാട്ടേക്ക് പഠിക്കാൻ പോയതിനു ശേഷം വാസുവേട്ടൻ അധികകാലം കൂടല്ലൂരിൽ സ്ഥിരമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ആ 18 വയസ്സുവരെ അദ്ദേഹം സ്വീകരിച്ച കൂടല്ലൂരിലെ കൃഷിനിലങ്ങൾ, കൂടല്ലൂരിലെ വടക്കേപ്പുഴ, തെക്കേപ്പുഴ, വടക്കും മുറി, തെക്കും മുറി, പടിഞ്ഞാറ്റും മുറി, കിഴക്കും മുറി എന്നിങ്ങനെ വിഭജിച്ച് കിടക്കുന്ന ആ ചെറിയ വട്ടം ഗ്രാമത്തിൻ്റെ വരമ്പ് ഞരമ്പുകൾ, നാട്ടിടവഴികൾ, അവിടുത്തെ കൃഷിരീതികൾ, തേക്ക് സമ്പ്രദായങ്ങൾ, നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ, അവിടുത്തെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, അവിടുത്തെ എല്ലാ ദേശപുരുഷാർത്ഥങ്ങളും നാട്ടറിവ് നാനാർത്ഥങ്ങളും ഒരു അസാധാരണമായ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് MT ചെയ്തത്. കൂടല്ലൂരിൽ ജനിച്ചു മരിച്ച മനുഷ്യരെക്കാൾ കാലാതിവർത്തിയായിട്ട് ജീവിക്കും MTയുടെ കഥാപാത്രങ്ങൾ. കാതുമുറിച്ച മീനാക്ഷിയടത്തിയാണ് കുട്ടിയടത്തിയാവുന്നത്. വേലായുധേട്ടൻ ജീവിച്ചിരുന്ന ആളാണ്. അസുരവിട്ടിലെ ഗോവിന്ദൻകുട്ടി തൻ്റെ തറവാട്ടിലെ തന്നെ ഗോപി എന്നൊരാളാണ്. MT തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗോപിയേട്ടൻ മതം മാറി. അവരൊക്കെ അവിടെ ജീവിച്ചിരുന്നവരാണ്. പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ MTയുടെ കുടുംബത്തിലെ ഒരാളാണ്. പക്ഷെ ആ മനുഷ്യരൊക്കെ ജീവിച്ച ജീവിതമല്ല MT എഴുതിയത്. അവരുടെ ജീവിതവും MTയുടെ ഭാവനയും ചേർത്ത് നിലനിൽക്കുന്ന കൂടല്ലൂരിന് മേൽ മറ്റൊരു സങ്കല്പത്തിലെ ഭാവനാത്മകമായ കൂടല്ലൂർ അധ്യാരോപം ചെയ്ത് ഒരു മൂന്നാം കൂടല്ലൂരിനെയാണ് MT ഉണ്ടാക്കിയിരിക്കുന്നത്. MT ഭാവനയിൽ സൃഷ്ടിച്ച ഓർമ്മയിൽ കണ്ട കൂടല്ലൂരും യഥാർത്ഥ കൂടല്ലൂരും കൂടി ചേർന്നുണ്ടായ ഈ മൂന്നാം കൂടല്ലൂരിനെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ലോകത്തുള്ള എല്ലാ ആളുകളും ആ കൂടല്ലൂരിലെ കഥാപാത്രങ്ങളെയാണ് കണ്ടത്. ഈ പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ ആ കാലത്ത് വിപ്ലവം നടത്തിയ ആളാണ്. അയാൾ ഒരു സ്ത്രീയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് സ്വന്തമായി ഒരു കൃഷിനിലമുണ്ടാക്കി അവിടെ കൃഷി ചെയ്ത് ജീവിച്ച തൻ്റെടിയായ സ്വാശ്രയശീലമുള്ള ഒരു കർഷകനായിരുന്നു. MT ഒരു നോവൽ എഴുതി തുടങ്ങിയിരുന്നു എന്നാണ് എൻ്റെ അറിവ്.
കൂടലൂരുണ്ടായിരുന്ന അച്യുതൻ നായർ എന്നൊരു കർഷകനെ കുറിച്ച് പരിപൂർണമായി സ്വാശ്രയ ജീവിതം നയിച്ച ആളായിരുന്നു അച്യുതൻ നായർ. അച്യുതൻ നായരെ എനിക്കും അറിയാമായിരുന്നു. അച്യുതൻ നായരുടെ മകൻ രാമരാജൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് കിണർ കുത്തുകയും ഒറ്റയ്ക്കൊരു വീടുണ്ടാക്കുകയും ഒറ്റയ്ക്ക് കൃഷി ചെയ്യുകയും ചെയ്ത് ലോകത്തിലെ അത്ഭുതം പോലെ ജീവിച്ചൊരു കർഷകനായിരുന്നു. ആ കർഷകൻ്റെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് കാർഷിക ജീവിതം ഒക്കെ ഇല്ലാതാകുന്ന ഈ പുതിയ കാലത്ത് ഒരു പ്രതിരോധത്തിൻ്റെ നാട്ടുവീര്യത്തിൻ്റെ കഥ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ അറിവിൽ അദ്ദേഹം അത് മനസ്സിലെഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ പുസ്തകം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അസുരവിത്തിലാണെങ്കിലും നാലുകെട്ടിലാണെങ്കിലും കാലത്തിലാണെങ്കിലും വിലാപയാത്രയിലാണെങ്കിലും പാതിരാവും പകൽ വെളിച്ചവും അടക്കമുള്ള അവസാനം എഴുതിയ വാരണാസിയിൽ പോലും തനിക്ക് പിണ്ടം വയ്ക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നറിഞ്ഞ് ആത്മപിണ്ഡം സമർപ്പിച്ച് ജീവിക്കുന്ന സുധാകരനിൽ വരെ കൂടല്ലൂരിലെ മനുഷ്യരുണ്ട്. അതിൽ ചിലതൊക്കെ എം ടിയാണ്. എം ടിയുടെ ആത്മകഥയാണ് പല കഥകളും എഴുതിയിട്ടുള്ളത്. ഒരിക്കൽ വാസുവേട്ടനോട് ഞാൻ തന്നെ ചോദിച്ചു, ഇത് ആത്മകഥകളുടെ കാലമല്ലേ, വാസുവേട്ടന് ഒരു ആത്മകഥ എഴുതിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആത്മകഥ ഞാൻ എഴുതിയതിലൊക്കെ ഉണ്ട്, അതിൽ നിന്ന് വായിക്കേണ്ടവർ വായിച്ചാൽ മതി എന്നാണ്. തൻ്റെ പരിമിതികളോടുകൂടി തന്നെ സ്നേഹിച്ചാൽ മതി എന്നായിരുന്നു എം ടിയുടെ പ്രത്യയശാസ്ത്രം. ഒരു തരത്തിലുള്ള ഔപചാരികതകളുടെ കെട്ടുകാഴ്ചകൾക്കും എം ടി ജീവിച്ചിരുന്ന കാലത്തും നിന്നു കൊടുത്തിട്ടില്ല. മരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്നെ പ്രദർശനത്തിന് വിട്ടുകൊടുക്കരുത്, അത്തരത്തിലുള്ള ഒന്നും വേണ്ട എന്നാണ്. അങ്ങനെ ഒരു ഔപചാരികതയുമില്ലാതെ വളരെ സ്വതന്ത്രനായി തൻ്റെടിയായി തൻ്റെ ഇടത്തെ സൃഷ്ടിച്ച ഒരു വള്ളുവനാടൻ നാട്ടുമനുഷ്യൻ, പച്ച ഗ്രാമീണൻ. ഈ പുഴയിലെ ഉദയവും നരിവാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന തനി ഗ്രാമീണനാണ് ഞാനെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ലോകങ്ങളിൽ പോയിട്ടുണ്ട്, പലതും അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എൻ്റെ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം. ഈ ഗ്രാമത്തിൻ്റെ കഥകളാണ്. ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ഒരു തീവണ്ടി എഞ്ചിനുകളുടെ കോലാഹലത്തിൽ കിടുങ്ങിയ ഒരു മാളികയുടെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് മാളുകെടുത്തി എനിക്ക് ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് വേലായുധേട്ടൻ സന്ധ്യാനാമം ചൊല്ലുന്ന നേരത്ത് വീട്ടിലേക്ക് ഓടി വന്ന രംഗം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിക്കയറി വന്നപ്പോൾ ഉണ്ടായ ഒരു കഥ ഉണ്ടാക്കാനുള്ള പ്രേരണ. ഇങ്ങനെയാണ് എം ടി കഥയുണ്ടാക്കിയത്. ഒരു നേർത്ത ശബ്ദം, ഒരു നേർത്ത ഓർമ്മ, അതൊക്കെ എം ടിയെ പ്രകോപനങ്ങളിലേക്ക് നയിച്ചു. എം ടി ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ മാത്രമല്ല, ശിലാലിഖിതം എന്ന കഥയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഗ്രാമം തിരിഞ്ഞു നോക്കുന്നില്ല. അതിൽ ഈ പുതിയ കാലത്തൊരു കുട്ടിയാണ് അച്ഛൻ്റെ കൈവിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയി നോക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ കുട്ടിയിലും ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മിന്നലൊളി കാണിച്ചു കൊടുക്കാൻ എം ടിക്ക് പറ്റിയിട്ടുണ്ട്. കാഴ്ച എന്ന കഥയിലെ ചോലയിലെ വല്യമ്മ എം ടിയുടെ 4 താവടികളിൽപ്പെട്ട വല്യമ്മമാരിലൊരു വല്യമ്മയായിരുന്നു. എനിക്ക് നേരിട്ട് അറിയാമായിരുന്ന വല്യമ്മയാണ്. കാഴ്ച കണ്ണിൻ്റേതല്ല എന്ന് ആ കഥയിൽ പറഞ്ഞു. അവസാനം വന്ന കൽപ്പാന്തവും കാഴ്ചയും അടക്കം എം ടി എഴുതിയ കഥകളൊക്കെ തന്നെ ആ ഗ്രാമത്തിൽ ജീവിച്ച് മറഞ്ഞുപോയ മനുഷ്യരുടെ കഥകളാണ്. പലരെയും ഒരുപക്ഷെ എം ടി പൊലിപ്പിച്ചെടുത്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും കൂടല്ലൂരിൽ ജീവിച്ച് മറഞ്ഞ അനവധി കഥാപാത്രങ്ങളുടെ നിഴലും അതിന്മേൽ എം ടി ഭാവന കൊണ്ട് മെനഞ്ഞെടുത്ത മറ്റൊരു വെളിച്ചവും ചേർന്നാണ് എം ടിയുടെ ഓരോ കഥാപാത്രവും ഉണ്ടായിട്ടുള്ളത്. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട്, ഇപ്പോഴും ചിലരെങ്കിലും ഉണ്ടായിരുന്നു. അവസാനം ചായപ്പീടിയക്കാരൻ യൂസഫ് 4 കെട്ടിലെ ഒരു കഥാപാത്രമാണ്, ചെറിയ കഥാപാത്രമാണ്. യൂസഫ് അടുത്ത കാലത്താണ് മരിച്ചത്. ഇനി ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട കഥാപാത്രങ്ങൾ കൂടല്ലൂരിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അച്യുതൻ നായർ, ഈ പറയുന്ന കൂന്തുണ്ണി നായർ, സൈദലവി, എം ടിയുടെ മിക്ക കഥാപാത്രങ്ങളും. അപ്പുണ്ണി മാത്രം ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പുണ്ണിയിൽ പല ആളുകളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ കലർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിരന്തരം ഞാൻ പോകുന്ന ഒരാളാണ് കൂടല്ലൂരിൽ. ആ നാടിനോട് ഹൃദയബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് എം ടിയുടെ കഥാപാത്രങ്ങളെ ഞാൻ ആ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അമരന്മാരുടെ നാടാണ് എൻ്റെ നാട് എന്ന് എം ടി 85-ൽ വയലാർ അവാർഡ് കിട്ടിയ പ്രസംഗത്തിലാണ്. അന്ന് ഞാനതിൻ്റെ സംഘാടകനായിട്ട് അവിടെയുണ്ട്. അന്ന് പറഞ്ഞു, എൻ്റെ നാട് അമരന്മാരുടെ നാടാണ്. എപ്പോൾ വരുമ്പോഴും ഇവിടുത്തെ ഒരാളും മരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വാസുവേട്ടൻ അമരന്മാരിൽ അമരനായി കൂടല്ലൂരിനെ അദ്ദേഹം അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കേരളത്തിന് ആകെയായി എന്നുള്ളത് വസ്തുതയാണ്, ശരിയാണ്. ശ്രീ സേതു, ഒപ്പം ഇപ്പോൾ നമുക്കിപ്പോൾ ക്രാഫ്റ്റുള്ള എഴുത്തുകാർ, അതിപ്പോൾ നോവൽ സാഹിത്യത്തിലാണെങ്കിലും ചെറുകഥാ സാഹിത്യത്തിലാണെങ്കിലും വേറെയുമുണ്ട്. എം ടിയെ വ്യതിരിക്തനാക്കുന്നത് എന്തായിരിക്കും? അദ്ദേഹം കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റൈറ്റർ ആയത് എന്തുകൊണ്ടായിരിക്കും താങ്കൾ ഒരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ?
അല്ലല്ല, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ തകഴിയുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം ഒരു കുടഞ്ഞു മാറ്റം ആവശ്യമായിരുന്നു. കാരണം ഈ റിയലിസത്തിൻ്റെ ഒരു ഇതിന് ശേഷം വല്ലാത്തൊരാഘോഷമായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ 60കളിൽ വന്നപ്പോൾ തകഴിയും കേശവദേവിക്ക് എന്ത് ബഹളം ഉണ്ടാക്കിയെന്നറിയോ? കേശവദേവും ഞാനൊരു സ്റ്റേജിൽ വന്നപ്പോൾ അലറുകയായിരുന്നു അവരൊക്കെ. കാരണം ഞങ്ങളുടെ സിംഹാസനം പിടിച്ചെടുക്കാൻ വന്നവരാണ്. പക്ഷെ അവർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യാതൊരു ബഹളമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് മനുഷ്യനോട് നേരിട്ട് സംവദിച്ചിരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആധുനികതയുടെ വേലിയേറ്റത്തിൽ MTക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ഈ തകഴി കേശവദേവ് ഉണ്ടാക്കിയ വല്ലവരും ബഹളം അദ്ദേഹം കൂട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായിരുന്നില്ല. എൻ്റെ നില എവിടെയാണ് കാല് മണ്ണിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ രണ്ടൊന്ന് കാര്യം കൂടി, ഇദ്ദേഹം അസാമാന്യമായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ NP മുഹമ്മദും MT ആണ് എന്നോട് ഏറ്റവും പുതിയ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചിരുന്നു നേരിട്ട്, നിങ്ങൾ മാർക്സിനെ പറ്റി ആദ്യമേ പറഞ്ഞു, യോസെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തിലെ എല്ലാ മഹാന്മാരെ പറ്റി ആദ്യം പറയുന്ന MT ആണ്, അല്ലെങ്കിൽ NP മുഹമ്മദാണ്. പക്ഷേ ഈ എഴുത്തിൽ അദ്ദേഹം ഈ നിളയും കുഴലൂരും തന്നെയാണ്. അപ്പം അദ്ദേഹം എഴുത്തിൽ ഇവരൊക്കെ സ്വാംശീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഒരു കാലഘട്ടത്തിലും അനുകരണത്തിന് പോയില്ല. പിന്നെ ഒരു കാര്യം കൂടി, രാജശേഖരൻ മറ്റേ പാണ്ഡവപുരത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതൊരു വലിയ സംഭവമായിരുന്നു. അത് വാസ്തവത്തിൽ 76 MT ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമിയിൽ നിന്ന് മാറിയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്നെ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് ഡയറക്റ്റ് ഫോണില്ല, ഓഫീസിലെ ജനറൽ ഫോണിൽ. അപ്പോൾ MT ചോദിക്കുകയാണ്, സേതു നോവൽ കയ്യിലുണ്ടോ? ഒരു മാതൃഭൂമി പത്രാധിപർ ഒരു കാലത്തും ഒരു എഴുത്തുകാരൻ്റെ ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, MT എന്താ ഈ ചോദിക്കുന്നത്? എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്തർജനത്തിൻ്റെ നോവല് തീരുകയാണ്, 4-5 ചാപ്റ്ററേ ഉള്ളൂ. ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ മേശക്കകത്ത് ഒന്നുമില്ല. അപ്പോൾ സേതുവിന് ഒരു നോവൽ എഴുതരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടതൊന്നും സാധിക്കില്ല, അങ്ങനെ എഴുതുന്ന ആളല്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ. എന്നാൽ പക്ഷേ എനിക്കത് തൃപ്തി വന്നിട്ടില്ല, ഞാനത് മാറ്റി വെച്ച്. അപ്പോൾ ചോദിച്ച് കീറിക്കളഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞു, മാറ്റി വെച്ചിരിക്കുക, എന്നാൽ ആദ്യമേ ഒന്ന് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എനിക്ക് തോന്നി അദ്ദേഹം എന്തോ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഞെട്ടിയത് ഇതാണ്, ലളിതാംബിക അന്തർജനത്തിനെ പോലെ ഞങ്ങളൊക്കെ അമ്മയെ പോലെ കണ്ടിരുന്ന അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക് ശേഷം പിന്തുടരാൻ പറ്റിയ ഒരാളാണോ ഞാൻ? 10 കൊല്ലമായിട്ടുള്ള അന്ന് ഞാൻ എഴുതി തുടങ്ങിയിട്ട്. പക്ഷെ എന്നെ വീഴ്ത്തിയത് ഒറ്റ കാര്യമാണ്, അദ്ദേഹം എന്തുകൊണ്ട് എന്നോട് ചോദിച്ചു. എത്രയോ എഴുത്തുകാരുണ്ട് മലയാളത്തിൽ, എൻ്റെ തലമുറയിൽ എത്രയോ എഴുത്തുകാരുണ്ട്, എന്തുകൊണ്ട് സേതുവിനോട് ചോദിച്ചു. അതിനുശേഷം ഞാൻ ശരിക്ക് ഈ ദേവി എന്ന കഥാപാത്രത്തെ പറ്റി ധ്യാനിക്കുകയായിരുന്നു. 4-5 ദിവസം അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് ദേവിയുടെ വേറൊരു മുഖം കിട്ടി. ഇതാണ് ഒരു പത്രാധിപരുടെ മാജിക് ഞാൻ പറയുന്നത്. സുഭാഷ് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധാരണ വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറായ വീട്ടമ്മയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം. ഈ ദേവിക്ക് ഒരു മാന്ത്രിക ശക്തിയുള്ളൊരു മുഖം വന്നത് അതിനുശേഷമുള്ള ധ്യാനത്തിലാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ MT വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു 5-6 ചാപ്റ്റർ എനിക്ക് അയച്ചു തരൂ, ടൈറ്റിലും വേണം, ഒരു ഫോട്ടോയും വേണം. അപ്പം ഞാൻ ബാങ്കിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മുടെ NL ബാലകൃഷ്ണനെ വിളിച്ചിട്ട്, എൻ്റെ നല്ല സുഹൃത്താണ് ബാലകൃഷ്ണൻ, എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തന്നു. ആ ഫോട്ടോ ആയിട്ട് മാതൃഭൂമി ഇത് അനൗൺസ് ചെയ്യുമ്പോൾ 5-6 ചാപ്റ്റർ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ AS നായർക്ക് അത് വെല്ലുവിളിയായി. ഇത് കഴിഞ്ഞ് ഇയാൾ എന്താ എഴുതാൻ പോകുന്ന ഒരു പിടിയില്ല. ചിത്രകാരൻ്റെ ഒരു പ്രശ്നമാണത്, കണ്ടിന്യൂറ്റി എന്നൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ അന്ന് ആ സമയത്ത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ്
പാണ്ഡവരും ഉണ്ടായത്. ഇന്നിപ്പോൾ പാണ്ഡവർ 10-12 ഭാഷയിൽ പോയി കഴിഞ്ഞു, ഫ്രഞ്ചിലും ജർമ്മനിലും ഒക്കെ പോയി കഴിഞ്ഞു, ബംഗാളിയിൽ പോലും സിനിമയായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്വയം എഴുതപ്പെട്ട നോവലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൽ സേതു ഒരു ഉപകരണമായിരുന്നു, പക്ഷെ അതിന് പുറകിൽ നിന്നത് ഒരു പത്രാധിപരാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷയെപ്പറ്റി പലരും പറഞ്ഞു. MTക്ക് ഒരു ഭാഷയേ ഉള്ളൂ, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. വിജയനൊക്കെയാണ്, വിജയൻ നല്ല സുഹൃത്താണ്. ഡൽഹിയിൽ വെച്ച് ഖസാക്ക് എഴുതുന്ന കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പല ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ തർക്കിച്ചിട്ടുണ്ട്. വിജയനൊക്കെ കൊത്തി ഉണ്ടാക്കുന്ന ഭാഷയാണ്. MTക്ക് കൊത്തലൊന്നുമില്ല, അത് ഉള്ളിൽ നിന്ന് അങ്ങ് വരികയാണ്. അതൊരു അസാമാന്യമായ ശക്തിയാണ്. അതാണ് അദ്ദേഹത്തെ 70 കൊല്ലം നിലനിർത്തിയത്. തീർച്ചയായും. ചർച്ച അവസാനത്തെ ഘട്ടത്തിലാണ്. ശ്രീ PK രാജശേഖരൻ, നമുക്ക് MTയുടെ പ്രമേയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ MTയുടെ എഴുത്തിനെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ കൂടി പരിശോധിച്ചാൽ MTയുടെ പ്രമേയങ്ങൾ ഏകദാനമാണ്, മൊണോട്ടോണസ് ആണ് എന്ന് കാണുന്നവരുണ്ട്. പുരുഷാധിപത്യ മൂല്യങ്ങളുടെ പ്രതിഷ്ഠാപനമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയുന്നവരുണ്ട്. ആണത്താഘോഷമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു? MTയുടെ കഥാലോകത്ത് ഈ പല ആരോപണങ്ങളുണ്ട്. വരുന്ന ആഴ്ചകളിൽ ഈ അദ്ദേഹത്തിൻ്റെ മരണം ഉണക്കുന്ന ഈ ദുഃഖത്തിൻ്റെ വ്യസനത്തിൻ്റെ തരംഗം കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരം വിമർശനങ്ങൾ വരുമെന്ന് ഞാൻ മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ അത് മാസ്കുലിനിറ്റിയെക്കുറിച്ച്, പുരുഷത്വം എന്ന് പറഞ്ഞ സങ്കല്പത്തെക്കുറിച്ച്, അത് ആരോപണമല്ല, അതൊരു ആ എഴുത്തിൻ്റെ സവിശേഷതയാണ്. എന്നാൽ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച കഥകൾ എഴുതിയ കഥാകൃത്ത് MTയാണ്. അതിനകത്ത് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ജാനകിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയായതാണ്. അത് എങ്ങനെയാണ് മാനസിക രോഗം ഒരു ചെറിയ കുട്ടിയിൽ വരുന്നതിൻ്റെ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കറുത്ത ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥ മലയാളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റിക് കഥകളിലൊന്നാണ്. അപ്പോൾ ഇത് പലതും കാണാതെയാണ് പുരുഷന്മാരുടെ ലോകം എന്നങ്ങനെ പറയുന്നത്. അത് ആ കഥകൾ എഴുതിയ കാലത്തെ ഒരു അന്തരീക്ഷം കൂടി മനസ്സിലാക്കി വേണം അത് ചെയ്യണം. അത് കാര്യമുള്ള ഒരു ആരോപണമല്ല, അതൊരു ഇപ്പോഴത്തെ ഒരു സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെയും വരാവുന്ന വിമർശനങ്ങളിലൊന്ന്, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ കഥ എഴുതി, അപ്പോൾ അത് നായർ സമുദായത്തിൻ്റെ കഥകളാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ദസ്തേവ്സ്കി ക്രിസ്ത്യാനികളുടെ കഥയാണ് എഴുതിയത്, ടോൾസ്റ്റോയ് ക്രിസ്ത്യാനികളുടെ കഥയാണ്, ഷേക്സ്പിയർ അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ കഥയാണല്ലോ. അതുകൊണ്ട് ബഷീർ മുസ്ലിങ്ങളുടെ കഥാകൃത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾ എഴുത്തുകാരെ വിഭജിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. നാം മലർന്നു കിടന്ന് തുപ്പുകയോ നമ്മുടെ വേരുകളെ നാം സ്വയം മുറിക്കുകയാണ് ചെയ്യുന്നത്. MT എഴുതിയത് കേരളത്തിൻ്റെ കഥകളാണ്. MT ഒരു സമുദായത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ കഥയിൽ, കൂടല്ലൂർ എന്ന് പറയുന്ന കൂടല്ലൂർ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആണെന്ന് ഇപ്പം ലീലാകൃഷ്ണൻ പറഞ്ഞല്ലോ. ഞാൻ ഇതൊന്നും ജീവിച്ചിരുന്ന മനുഷ്യരായിട്ട് കാണുന്നതേ ഇല്ല. റിയൽ മോഡലുകളിൽ നിന്നല്ല ഒരു എഴുത്തുകാരനും കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ എഴുത്തുകാരൻ സൃഷ്ടിച്ച അയാളുടെ മാനസികോൽപ്പന്നങ്ങളാണ്. അത് സാർവകാലിക മാതൃകകളുമാണ്. MT സൃഷ്ടിച്ച ഓരോ മാതൃകകൾ ഉണ്ടായിക്കൂടുന്നില്ല. അത്തരം മാതൃകകൾ കഥയിൽ നറേറ്റീവിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു പൂർവ്വമാതൃകയുമില്ല. കാരണം ഇത് ഫിക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഭാവനാ സൃഷ്ടി മാത്രമാണ്. ഈ കഥാപാത്രങ്ങളിൽ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ആളുകൾക്കും കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരും ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവരുമായ എല്ലാ മലയാളികൾക്കും മുഖം നോക്കാൻ കഴിയും. അതാണ് ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകത. അത് അപ്പുണ്ണി മുതൽ ഇങ്ങ് ഭീമനിൽ വരെ നമുക്ക് അത് കാണാൻ കഴിയും. അതാണ് MTയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ വിമർശനങ്ങൾ പലപ്പോഴും സമുദായം, ഒരു ഗ്രാമം, പുരുഷാധിപത്യം, ഇത്തരം വിമർശനങ്ങൾ MT എന്ന എഴുത്തുകാരനെ അല്ല, MT എന്ന വ്യക്തിയെയാണ് കേന്ദ്രീകരിക്കുന്നത്. അത് നമ്മൾ MT എന്ന വ്യക്തിയല്ല, നമ്മൾ വായിക്കുന്നത് ആ പുസ്തകത്തെയാണ്, അദ്ദേഹം എഴുതിയ വർക്കുകൾ മാത്രം, അതിൻ്റെ പാഠാനുഭവം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. തീർച്ചയായും. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒരു നോവലിസ്റ്റ്, എഴുത്തുകാരൻ, കഥാകൃത്ത് എന്നുള്ള നിലയിൽ താങ്കൾ MTയെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോട് അനുവാചകർക്ക് താതാത്മ്യപ്പെടാൻ പറ്റും, ഇത് ഞാനല്ലേ എന്ന് തോന്നുന്ന ഘട്ടമുണ്ടാവും എന്നാണ്. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എല്ലാ മലയാളിയിലും ഒരു MT ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു കാലത്തിൻ്റെ ഭാവുകത്വത്തെ അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട്. നമ്മളെല്ലായ്പ്പോഴും പറയുന്നുണ്ട് MT ധാരാളം ലോകസാഹിത്യം വായിച്ച ആളാണ്, എന്നിട്ടും ലോകസാഹിത്യത്താൽ ബാധിക്കപ്പെടാതെ സ്വന്തം കൂടല്ലൂരിൻ്റെ കഥ എഴുതി എന്ന് പറയുന്നുണ്ട്. അതിന് മറ്റൊരർത്ഥമുള്ളത്, വിപുലമായ ലോകസാഹിത്യ പാരായണം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് അന്നാട്ടിലെ എഴുത്തുകാരെല്ലാം അവരവരുടെ ഗ്രാമത്തെക്കുറിച്ചും അവരവരുടെ ജീവിതത്തെക്കുറിച്ചും മാത്രമാണ് എഴുതുന്നതാണ്. ആ വലിയ സത്യം വളരെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ യൗവനത്തിലെ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് അദ്ദേഹം ധൈര്യപൂർവ്വം തൻ്റെ നാടിൻ്റെ കഥ എഴുതിയത്. അങ്ങനെ ഗ്ലോബൽ എന്ന് പറയുന്നത്
തൻ്റെ ഗ്രാമത്തിൻ്റെ കഥ ആത്മാർത്ഥവും സത്യസന്ധവുമായി എഴുതുമ്പോൾ അത് ലോക കഥയായി മാറും എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ അവതാരിക അദ്ദേഹം പുതിയ കാലം പുതിയ കഥ എന്ന പേരിൽ എഴുതി തന്നപ്പോൾ അതിനകത്ത് ആദ്യത്തെ വാചകം ജെയിംസ് ജോയ്സിനെ പഠിച്ച ഒരു നിരൂപകൻ്റെ ഒരു വാചകം പറഞ്ഞിട്ടാണ്. ജെയിംസ് ജോയ്സ് പലപ്പോഴും പറഞ്ഞിരുന്നു അത്രേ, അയർലൻഡ് എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിലേക്ക് നോക്കുന്നു എന്ന ജോയ്സിൻ്റെ പ്രസിദ്ധമായൊരു വാചകം ഫ്രാങ്ക് ഒക്കോണർ പറയുന്നതായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ അവതാരിക തുടങ്ങുന്നത്. അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി തൻ്റെ സ്വന്തം കൂടലൂർകാരനായിട്ടുള്ള തൻ്റെ സ്വന്തം മനസ്സിലേക്ക് അഗാധത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി എന്നുള്ള കലാതത്വം രചനാ തത്വം അദ്ദേഹം വളരെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭീമനെ സങ്കല്പിക്കുമ്പോഴും സേതുവിനെ സങ്കല്പിക്കുമ്പോഴും ഗോവിന്ദൻകുട്ടിയെ സങ്കല്പിക്കുമ്പോഴും എല്ലാം ഒരേ ആർജവത്തോടെ എഴുതാൻ സാധിച്ചിരുന്നു. കാരണം താൻ പറയുന്നത് മനുഷ്യൻ്റെ കഥയാണ്, മനുഷ്യ കഥാനുഗായിയാണ് യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് നമ്മുടെ ഗംഭീരന്മാരായ കവികളിൽ നിന്ന് പിൻപറ്റിയ ഒരു അക്ഷര തത്വം അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ രണ്ടാമൂഴത്തിലൊരു പ്രത്യേക കഥാസന്ദർഭത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം അരമണിക്കൂറോളം മൗനത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് മറ്റു പലതിലേക്കും പോയി, അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് കരുതി. അതിനുശേഷം ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, മിടുക്കനായിരുന്നു എന്നൊരു വാചകം പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത വാചകം നന്നായിട്ട് ഫൈറ്റ് ചെയ്തു എന്നാണ്. പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ഖഡോൽക്കജിനെ കുറിച്ചാണ് പറയുന്നത്. അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ വിഷയത്തിൽ 2500 വർഷം മുമ്പുള്ള ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കുന്നു. അത് ഗോവിന്ദൻകുട്ടിയായാലും സേതുവായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വായിച്ചറിഞ്ഞിട്ടുള്ള കണ്ടറിഞ്ഞിട്ടുള്ള നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങളായാലും ആ കഥാപാത്രത്തിൻ്റെ മനസ്സിനകത്ത് കയറി നിന്നുകൊണ്ട് ജീവിതത്തെയും ലോകത്തെയും കാണുവാനുള്ളൊരു അസാധാരണ സിദ്ധി അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരൻ ഇപ്പോൾ ക്രാഫ്റ്റിനെയൊക്കെ പറ്റി പറയുമ്പോൾ പഴയ പലതരം ഭൗത്വങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും MTയുടെ രണ്ടാം പഴം നോക്കൂ, അതിൻ്റെ ക്രാഫ്റ്റ് നോക്കൂ, അത് ഏറ്റവും ആധുനികമായ ക്രാഫ്റ്റാണ്. ഒരു പഴയ കാലത്ത് ഇതിഹാസത്തിൽ നിന്ന് നടത്തിയെടുത്ത ഒരു ഏട് എടുത്ത് പുതിയ കാലത്ത് ഒരു നോവലാക്കുമ്പോൾ അതിന് അതുവരെ ഇപ്പോൾ PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ ചെയ്തതുപോലെ ഒരു മാതൃക മലയാളത്തിന് മുമ്പ് ഉണ്ടായിട്ടും അതിനെയൊന്നും ഒരു തരത്തിലും ബാധിക്കാതെ ഏറ്റവും നവീനമായിട്ടുള്ള ഒരു ക്രാഫ്റ്റിലൂടെയാണ് MT അത് പണിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഈ വിപുലമായിട്ടുള്ള വൈദേശിക നോവലുകൾ വായിക്കുമ്പോൾ അവർ പുലർത്തിയ എഴുത്തിലെ തത്വദീക്ഷകളെ അതിൻ്റെ സൗന്ദര്യങ്ങളെ മലയാളത്തിലേക്ക് പുതിയ രീതിയിൽ തൻ്റേതും തൻ്റെ ഭാഷയുടേത് മാത്രമായ തൻ്റെ സർഗാത്മകതയുടേത് മാത്രമായ ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് വളരെ നന്നായി കഴിഞ്ഞിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ സത്യത്തിൽ അങ്ങനെ വായിച്ച് തീർക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല MT. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ചർച്ചയിലോ 1 മണിക്കൂർ സംവാദത്തിലോ ഒതുക്കാനും കഴിയില്ല MTയെ. എന്തായാലും മലയാളത്തിൻ്റെ സുഹൃതം എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാം. എൻ്റെ പാനലിൽ നിന്ന് MT അനുസ്മരിച്ച് എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.